ശുഭദിനം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുവോ? തണുപ്പൊക്കെ കൂടി വരുന്നു. എൻ്റെ എംപ്ലോയർ എന്ന് പറയുന്നത് ആർമേനിയൻ സിറ്റിസൺ ആണ്. അപ്പം ഇവിടെ വന്ന ടൈം മുതൽ അതായത് നമ്മുടെ സീസൺസ് മാറുമ്പോഴും അവരുടെ ഫുഡിൻ്റെ ആ ഒരു രീതികളും മാറാറുണ്ട്. നമ്മളെ കാണിച്ച് വളരെ ഇൻട്രസ്റ്റോട് നമ്മളെ കാണിച്ചു തരും, ഇതിങ്ങനെയാണ്, അതത്രയും ഇതാണ്. അപ്പോൾ ഏറെക്കുറെ നമ്മുടെ ഇന്ത്യൻ സ്പൈസസ് ഒക്കെ തന്നെ ഇഷ്ടപ്പെടുന്നവരാണ് അവർ. അപ്പോൾ ഈ ഒരു സമയത്ത് ഈസി ആയിട്ടുള്ള കോളിഫ്ലവർ റൈസ് കുക്കിങ്ങാണ് ഞാൻ കാണിക്കുന്നത്. ഇത് കോളിഫ്ലവർ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വൃത്തിയാക്കി കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കുറച്ച് ഒനിയൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി. ഇത് ക്രഷ് മീറ്റാണ്. ബസ്മതി റൈസ് 1 കപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം പോകാനായിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് പാൻ ചൂടാകുമ്പോഴത്തേക്ക് നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ സൺഫ്ലവർ ഓയിലിലോട്ട് ഒഴിച്ച് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനും ഗാർലിക്കും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി കിട്ടുക. അപ്പം അത് കുക്കാവട്ടെ. ഇത് നമ്മൾ നന്നായിട്ട് ഈ ഓയിലിട്ട് ഇത് നല്ല എന്താ പറയുക കുഞ്ഞു പൊടികളാക്കണം കേട്ടോ. അപ്പം നമ്മുടെ കോളിഫ്ലവർ നല്ല പൊടിഞ്ഞ് കിട്ടണം. അത് ഏറെക്കുറെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ക്രഷ് മീറ്റ് കൂടി ഇട്ട് കൊടുത്ത് അതും ഇതിനകത്തിട്ട് നന്നായിട്ട് ഇത് രണ്ടും കൂടെ നല്ല മിക്സ് ചെയ്യുക. അപ്പം ഒരു കുക്ക് ആവുന്നത് വരെ നന്നായിട്ട് നമ്മളിത് ഇങ്ങനെ ഈ സ്റ്റിക്ക് ഉപയോഗിച്ച് നന്നായിട്ട് പൊടിച്ചിത് മിക്സ് ചെയ്യുക. അപ്പോൾ കോളിഫ്ലവറും മീറ്റുമായി ഏകദേശം എല്ലാം പാകമായിട്ടുണ്ട് കേട്ടോ. അതേ ഈ ഒരു ലെവലിലെത്തും അത്. ഇനി നമുക്ക് വേണ്ട ബാലൻസ് ഇൻഗ്രീഡിയൻസ് ചേർക്കാം. മഞ്ഞൾപ്പൊടി, ജീരകത്തിൻ്റെ പൗഡറാണ് ചേർക്കുന്നത്, അതില്ലാത്തതുകൊണ്ട് ജീരകം ആഡ് ചെയ്യുവാണ്. പെപ്പർ പൗഡർ, സിനമൺ പൗഡർ, മല്ലിപ്പൊടി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇവർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ 1 കപ്പ് അരിയായിട്ടത് കൊണ്ട് അതിന് 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നു. അരി ഇടുന്നു, പിന്നെ കുക്ക് ചെയ്യാനായിട്ട് വെക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു. ആ ഒഴിച്ചതിലേക്ക് കുതിർത്ത് വെച്ച റൈസും ഇട്ട് നമ്മൾ അത് വേകാനായിട്ട് അടച്ചു വെക്കുവാണ്. ആവശ്യമെങ്കിൽ നമുക്കൊരു ഇത്തിരി സൂപ്പിൻ്റെ പൗഡർ കൂടെ ആഡ് ചെയ്യാം. ഇത്തിരിയൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. എന്നിട്ട് അത് പതിയെ ഇരുന്ന് വേകാനായിട്ട് വെക്കുക. അത്രേ ഉള്ളൂ. കോളിഫ്ലവർ മീറ്റ് റൈസിൻ്റെ സാലഡ് ഒരു പ്രത്യേക രീതിയിലാണ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ കുക്കുംബർ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യും. ഗ്രേറ്റ് ചെയ്തിട്ട് അതിനകത്ത് 1 or 2 നമ്മുടെ വെളുത്തുള്ളി സ്ക്യൂസ് ചെയ്തിടും. എന്നിട്ട് പിന്നെ തൈര് ഒഴിച്ച് ഇത്തിരി ഉപ്പ് വളരെ കുറവാണ് എല്ലാത്തിലും ഇവർ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സാലഡ് ഈ രീതിയിലാക്കിയിട്ട് ആ റൈസിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. നമ്മുടെ കോളിഫ്ലവർ മീറ്റ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ, ഹെൽത്തിയാണ്. സാലഡ്, ഇതാണ് കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എബ്രോഡൊക്കെ എത്തിയ നമ്മുടെ സുഹൃത്തുക്കൾ ആ സ്ഥലത്ത് എത്തിയിട്ട് അവർക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയ ഫുഡ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ താങ്ക് യു.